Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജറിന്റെ ഫൈനൽ എപ്പിസോഡാണ്. അതായത് എപ്പിസോഡ് 6. കഴിഞ്ഞ എപ്പിസോഡ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പബ്ലിക്കായി ഒരാളെ അടിച്ചു കൊന്നതിൽ കുറ്റബോധവും വിഷമവും കാരണം ജോൺ വാക്കർ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് വരുവാണ്. ലെമാർ മരിച്ചതിലുള്ള ഭയങ്കരമായിട്ടുള്ള വിഷമവനുണ്ട്. ആ സമയത്താണ് സാമും ബക്കിയും വരുന്നത്. പിന്നെ അവർ തമ്മിൽ വാക്കുതർക്കമായി അടിപിടിയായി. അവസാനം സാമും ബക്കിയും കൂടി ഒരു വിധത്തിൽ ജോൺ വാക്കറിനെ തോൽപ്പിച്ചു. അവന്റെ കയ്യിൽ നിന്ന് ഷീൽഡും എടുത്തു. ഗവൺമെന്റ് ജോൺ വാക്കറിന്റെ ജോലിയും സൈന്യത്തിൽ തുടരാനുള്ള അവകാശവും അതുപോലെ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്ന പദവിയും അവന്റെ കയ്യിൽ നിന്ന് എടുത്ത് നീക്കം ചെയ്യുകയാണ്. ഇതുകൊണ്ട് ജോൺ ഒരുപാട് നിരാശനായി. ആ സമയത്താണ് വാലന്റീന എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് അവനൊരു സീക്രട്ട് ഏജൻസിയിലേക്ക് ക്ഷണിച്ചിട്ട് പോകുന്നത്. ജോണിന് ക്യാപ്റ്റൻ അമേരിക്ക ആവാൻ പറ്റില്ല, പക്ഷെ വാലന്റീനയുടെ കൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ജോണിന് വീണ്ടും മറ്റൊരു റോളിൽ രാജ്യത്തിനെ സേവിക്കാൻ പറ്റുമെന്നാണ് ആ സ്ത്രീ പറയുന്നത്. സോക്കോവയിലുള്ള സിമോയെ ബക്കി കണ്ടെത്തുന്നു. വക്കാൻഡയിലെ ഡോറ മിലാജകൾ വന്ന് സിമോയെ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സാം ഐസയ ബ്രാഡ്ലിയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ടെങ്കിലും തന്നെ പറ്റി പുറംലോകം അറിയേണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ആരും തന്നെ അംഗീകരിക്കില്ല. ഐസയ ബ്രാഡ്ലിക്കുണ്ടായ കാര്യങ്ങൾ കേട്ട് സാമിന് ഒരുപാട് വിഷമമായി. അദ്ദേഹം നല്ലൊരു ഹീറോ ആയിരുന്നെങ്കിലും തിരിച്ച് അദ്ദേഹത്തിന് കഷ്ടപ്പാടുകൾ മാത്രമാണ് കിട്ടിയത്. സാം തിരിച്ച് വീട്ടിലേക്ക് പോയി അവരുടെ ബോട്ട് ശരിയാക്കാൻ തുടങ്ങി. ബക്കിയും അങ്ങോട്ട് വന്ന് സാമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബക്കി വക്കാൻഡക്കാരോട് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞ് എന്തോ ഒരു സംഭവം സാമിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊരു വക്കാൻഡൻ സ്യൂട്ട് കേസിലാക്കി ബക്കി സാമിന് വേണ്ടി കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ബോട്ടിന്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായി. സാമും ബക്കിയും കൂടി കുറച്ചുകൂടി നല്ല ഫ്രണ്ട്സ് ആവാണ്. ജോൺ വാക്കർ പോയി ലെമാറിന്റെ ഫാമിലിയെ കണ്ട് ആശ്വസിപ്പിച്ചു. ഷാരൺ കാർട്ടർ വില്ലനായിട്ടുള്ള ബാറ്റ്രോക്കിനെ കാർലിയെയും മറ്റു ഫ്ലാഗ് സ്മാഷേഴ്സിനെയും സഹായിക്കാമെന്ന് പറഞ്ഞ് അഭിനയിച്ച് ചെല്ലാൻ വേണ്ടി അയക്കുന്നു. സാറയും സാമും കൂടി അവരുടെ ബോട്ട് വിൽക്കണ്ടെന്ന് തീരുമാനിക്കുന്നു. കാരണം അത് അവരുടെ ഫാമിലിയുടെ മുഴുവൻ ചരിത്രമാണ്. അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഈ ബോട്ട് ശരിയാക്കാനായിട്ട് സാം കുറെ പേരുടെ ഹെൽപ്പ് ചോദിച്ചിരുന്നു. പണ്ട് സാമിന്റെ അച്ഛനും അമ്മയും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവർ ഈ വട്ടം തിരിച്ച് ഹെൽപ്പ് ചെയ്തു. ഇനി ഈ ഷീൽഡ് തെറ്റായിട്ടുള്ള കൈകളിൽ എത്തരുതെന്ന് സാമിന് തോന്നി. അതുപോലെ സ്റ്റീവ് റോജേഴ്സ് തന്നെ വിശ്വസിച്ചേൽപ്പിച്ചിട്ട് പോയ ഈ പദവി താൻ ഏറ്റെടുക്കണമെന്നും സാമിന് തോന്നാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിലാണ് ഐസിയ ബ്രാഡ്ലിയെ പോലെയുള്ള കറുത്ത വർഗ്ഗക്കാരുടെ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾക്ക് ഒരു വാല്യൂ ഉണ്ടാവും. അല്ലെങ്കിൽ അതൊക്കെ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകും. സാം ആ വൈബ്രേനിയം ഷീൽഡ് വെച്ച് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ബക്കിയോ അവന്റെ കൂടെ കൂടുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ബക്കിയും സാമും തമ്മിൽ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തുന്നു. സാം ബക്കിയോട് പണ്ട് വിന്റർ സോൾജർ ആയിരുന്നപ്പോ നീ തെറ്റ് ചെയ്തിട്ടുള്ള ആരോടെങ്കിലും അത് ഏറ്റുപറയാൻ ബാക്കിയുണ്ടെങ്കിൽ പറയാൻ പറയുന്നു. എന്നാൽ മാത്രമേ ബക്കിക്ക് സമാധാനം കിട്ടൂ. ബക്കി അതിനെപ്പറ്റി കാര്യമായി ആലോചിക്കുന്നുണ്ട്. ഷാരൺ കാർട്ടർ പറഞ്ഞതുപോലെ ബാറ്റ്രോക്ക് ഫ്ലാഗ് സ്മാഷേഴ്സിന് വേണ്ട ആയുധങ്ങൾ കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ കാർലി ബാറ്റ്രോക്കിനെ വിശ്വസിക്കാൻ തുടങ്ങി. ബാറ്റ്രോക്കിന് പേഴ്സണൽ ആയിട്ടുള്ള മറ്റൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു, സാമിനെ പഞ്ഞിക്കിടുക. സാമുമായിട്ട് ബാറ്റ്രോക്കിന് ഒരു മുൻപത്തെ കണക്ക് തീർക്കാനുണ്ട്. GRCയുടെ കേന്ദ്രത്തിൽ പാച്ച് ആക്ട് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ടെടുപ്പ് നടക്കാൻ പോവാണ്. പാച്ച് ആക്ട് പാസ്സാക്കി കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തുള്ള അഭയാർത്ഥികളെ, അതായത് പുറത്തുനിന്ന് വന്ന് കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ താമസിച്ചവരെ ഒരു ദയവുമില്ലാതെ രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടും. ഫ്ലാഗ് സ്മാഷേഴ്സും കാളിയും ഇത് തടയാൻ തീരുമാനിക്കുകയാണ്. GRC തന്നെയുള്ള ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ ചില ഏജൻസിന്റെ സഹായത്തോടെ അവർ GRCയുടെ ആ കേന്ദ്രം കൈയടക്കി അവിടുത്തെ സിസ്റ്റം ഒക്കെ ഹാക്ക് ചെയ്തു. ടോറസ് ഈ കാര്യം സാമിനോട് നേരത്തെ അറിയിച്ചിരുന്നു. ഇനി എന്താണ് സംഭവിക്കുക? അപ്പൊ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കാർലിയും ടീമിനെയാണ്. അവർ GRCയുടെ കേന്ദ്രം കൈയടക്കി കഴിഞ്ഞു. പക്ഷെ കാർലിക്ക് വേറെന്തോ പ്ലാൻ ഉണ്ട്. തീവ്രവാദികൾ GRCയുടെ കേന്ദ്രം കൈയടക്കി എന്നുള്ള ന്യൂസ് അമേരിക്ക മുഴുവൻ പരക്കാൻ തുടങ്ങി. ഈ സമയത്ത് GRCയുടെ ഉള്ളിലുള്ള ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്നു. ഈ സമയത്ത് ബക്കി ഫ്ലാഗ് സ്മാഷേഴ്സിനെ തടയാൻ വേണ്ടി GRC കെട്ടിടത്തിന്റെ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ സാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് സാം ബക്കിയും കൂടി അവരുടെ ഇയർ ഡിവൈസ് വെച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സാം ബക്കിയോട് പുറത്ത് കാർലിയെയോ അവളുടെ ടീമിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടനെ അറിയിക്കണമെന്ന് പറയുന്നു. പക്ഷെ ബക്കി നോക്കുമ്പോൾ പുറത്ത് ഇഷ്ടം പോലെ ആളുകളാണ്. ഇതിന്റെ ഇടയിൽ നിന്ന് കാർലിയെ പെട്ടെന്ന് കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പെട്ടെന്നാണ് ഏതൊരു ഓഫീസർ വന്ന് ബക്കിയോട് സംസാരിക്കുന്നത്. അതാരാന്ന് ബക്കിക്ക് മനസ്സിലായില്ല. പെട്ടെന്നാണ് ആ ഓഫീസർ അയാളുടെ ശരിക്കുള്ള മുഖം പുറത്തെടുക്കുന്നത്. അത് ഷാരൺ കാർട്ടർ ആയിരുന്നു. ഇപ്പൊ ഷാരൺ ഉപയോഗിച്ച ഈ ഡിവൈസ് ക്യാപ്റ്റൻ അമേരിക്ക അത് വിന്റർ സോൾജർ എന്ന് പറയുന്ന സിനിമയിൽ നതാഷ റോമനോഫ് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളുടെ ഫേസ് മാറ്റി പുറത്തുള്ളവർക്ക് വേറൊരു ഫേസ് കാണിക്കുന്ന പോലെയുള്ള ഒരു ടെക്നോളജി അതാണ് ഷാരൺ ഉപയോഗിക്കുന്നത്. ഷാരൺ, നീ എന്താ ചെയ്യുന്നത് ഇവിടെ? നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നല്ല നീ പറഞ്ഞത്. ഫ്രണ്ട്സിന് ഒരു ഹെൽപ്പ് ആവശ്യം വരുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല ഇപ്പൊ എല്ലാവരും ഫ്ലാഗ് സ്മാഷേഴ്സിന് പിന്നാലെയാ. അതുകൊണ്ട് എന്നെ മിക്കവാറും അവർ തിരിച്ചറിയാനൊന്നും പോകുന്നില്ല. ഷാരനും കൂടി ടീമിലേക്ക് വന്നു പറഞ്ഞപ്പോ സാമിന് സന്തോഷമായി. എന്തായാലും കാർലിയും ടീമും GRC കേന്ദ്രത്തിന്റെ ഉള്ളിലില്ല. അപ്പോൾ അവർ പുറത്തുനിന്ന് വരുന്നത് നോക്കി നിൽക്കുവാണ് ബക്കിയും ഷാരനും. ഈ സമയത്ത് സാം ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ള വിവരം കാർലിക്ക് മനസ്സിലായി. കാർലി കൊടുത്ത ഓർഡർ പോലെ GRCയുടെ ഉള്ളിലുള്ള ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ ആളുകൾ അവിടെ ടിയർ ഗ്യാസ് പൊട്ടിക്കുവാണ്, കണ്ണീർ വാതകം. അങ്ങനെ ഇത് വെച്ച് അവിടുത്തെ ഓഫീസേഴ്സിനെയൊക്കെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടിക്കാൻ തുടങ്ങി. അപ്പൊ GRC കേന്ദ്രത്തിന് ഉള്ളിൽ വെച്ചല്ല പുറത്ത് വെച്ച് ഈ ഓഫീസേഴ്സിന് എന്തെങ്കിലും ചെയ്യാനായിരിക്കും കാർലിയുടെ പ്ലാൻ. ഈ സമയത്താണ് പെട്ടെന്ന് അവിടുത്തെ ചില്ല് പൊട്ടിച്ച് വൈബ്രേനിയം ഷീൽഡ് നേരെ വന്ന് ഒരു ഫ്ലാഗ് സ്മാഷറിന്റെ മേലിടിക്കുന്ന അയാൾ തെറിച്ചു വീണു. ആരാണ് ഈ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് ഈ ഷീൽഡ് എറിഞ്ഞിരിക്കുന്നത്? അത് വേറെ ആരുമല്ല, നമ്മളുടെ പ്രിയപ്പെട്ട ഫാൽക്കൺ അല്ലെങ്കിൽ സാം വിൽസൺ ആണ്.
സാം നേരെ അവിടുത്തെ ചില്ല് പൊട്ടിച്ച് അങ്ങോട്ട് വന്ന് ലാൻഡ് ചെയ്യുന്നു. അവനിപ്പോ പുതിയൊരു സ്യൂട്ടാണ് ഇട്ടിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സാം പഴയ ഫാൽക്കൺ സ്യൂട്ട് ടോറസിന് കൊടുത്തു. സാം സ്വയം ക്യാപ്റ്റൻ അമേരിക്ക ആവുമെന്ന് അംഗീകരിച്ചിരിക്കുകയാണ്. ബക്കി വക്കാൻഡക്കാരോട് സ്പെഷ്യലായി പറഞ്ഞ് സാമിന് വേണ്ടി ഉണ്ടാക്കിപ്പിച്ച ക്യാപ്റ്റൻ അമേരിക്ക സ്യൂട്ടാണ് സാം ഇപ്പൊ ഇട്ടിരിക്കുന്നത്. അവന്റെ കയ്യിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ വൈബ്രേനിയം ഷീൽഡും ഉണ്ട്. ഈ ക്യാപ്റ്റൻ അമേരിക്ക സ്യൂട്ടിന് ഫാൽക്കൺ സ്യൂട്ടിലെ പോലെ പറക്കാനായിട്ട് ചിറകുകൾ വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും വലിയ കാര്യം, സാം ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ സ്യൂട്ട് വക്കാൻഡക്കാർ വൈബ്രേനിയം കൊണ്ട് നിർമ്മിച്ചതാണ്. അങ്ങനെ സാമിനും ഒരു വേറെ ലെവൽ സ്യൂട്ട് കിട്ടിയിരിക്കുന്നു. എന്ന് വെച്ച് പഴയ കാര്യങ്ങൾ പോയിട്ടില്ല. അവന്റെ ആ റെഡ് ഗ്ലാസും അതുപോലെ റെഡ് വിങ്ങും ഒക്കെ ഈ സ്യൂട്ടിൽ തന്നെയുണ്ട്. ഈ സമയത്ത് ജിആർസിലെ ഓഫീസേഴ്സ് നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ സാം പറയുന്നത് ഞാൻ ക്യാപ്റ്റൻ അമേരിക്ക എന്നാണ്. അതിന്റെ അർത്ഥം സാം സ്വയം അംഗീകരിച്ചു കഴിഞ്ഞു. സ്റ്റീവ് റോജേഴ്സ് തന്നെ വിശ്വസിച്ചേൽപ്പിച്ച ആ പദവി തനിക്ക് ഏറ്റെടുക്കാൻ സമയമായിരുന്നു. ഇനി ഈ ഷീൽഡ് ആർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഒരു വട്ടം വിട്ടുകൊടുത്തിട്ടാണ് ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ബക്കിയും ഷാരനും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഫ്ലാഗ് സ്മാഷേഴ്സോ കാർലിയോ ഒന്നും ഉള്ളിലേക്ക് കടക്കുന്നത് കാണാനില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി ഓഫീസേഴ്സിനെയൊക്കെ ബിൽഡിങ്ങിന്റെ പുറത്തു കൊണ്ടുപോകാനാണ് അവരുടെ പ്ലാൻ എന്ന്. ഇത് മനസ്സിലാക്കുന്ന സാം എത്രയും പെട്ടെന്ന് ഓഫീസേഴ്സിനെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു. അപ്പോഴാണ് ആരോ സാമിനെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. അത് വേറെ ആരും ആയിരുന്നില്ല, സാമിനോട് ഒടുക്കത്തെ ശത്രുതയുള്ള ബാറ്റ്രോക്ക് ആയിരുന്നു അത്. ഷാരൻ കാർട്ടർ പറഞ്ഞത് കേട്ട് ബാറ്റ്രോക്ക് ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ കൂടെ അവരെ സഹായിക്കാൻ വേണ്ടി നിന്നത് പോലും സാമിന് ഇങ്ങനെ കൈ കിട്ടാൻ വേണ്ടിയാണ്. സാം വിൽസൺ, കഴിഞ്ഞ വട്ടം ഹെലികോപ്റ്റർ വെച്ച് നമ്മൾ തമ്മിൽ ഒരു അടി നടന്നു. അന്ന് നീ എന്നെ അടിച്ചു. എനിക്കിപ്പോ കണക്ക് തീർക്കാനുണ്ട്. നീ കാരണം എനിക്ക് ഒരുപാട് ബിസിനസ്സും പൈസയും നഷ്ടപ്പെട്ടു. നിന്റെ പുതിയ സ്യൂട്ട് കണ്ടിട്ട് നിന്നെ കൊന്നി സ്യൂട്ട് എടുത്ത് വിറ്റാ എനിക്ക് നല്ല പൈസ കിട്ടുമെന്ന് തോന്നുന്നത്. ആ ആഗ്രഹം നിന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ ബാറ്റ്രോക്ക്. പിന്നെ അന്ന് നിനക്ക് കിട്ടിയ അടി നിനക്കതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആർമിയിലുള്ള ഓഫീസർ വസന്തിനെ നീ തട്ടിക്കൊണ്ടു പോകുമ്പോ ഞാനത് നോക്കി നിൽക്കണമായിരുന്നു. കുരുത്തക്കേട് കാണിച്ച് ഇനിയും അടി കിട്ടും. അങ്ങനെ ബാറ്റ്രോക്കും സാമും തമ്മിൽ ഒരു ഫൈറ്റ് അവിടെ നടക്കുകയാണ്. സാം ഫൈറ്റിന്റെ ഇടയ്ക്ക് ബക്കിയോട് ഷാരനോട് ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഫ്ലാഗ് സ്മാഷർ ശ്രമിക്കുന്നത് ഓഫീസിനെ പുറത്തു കടത്താനാണല്ലോ, അതുകൊണ്ട് അതൊരിക്കലും സമ്മതിക്കാൻ പാടില്ല. ബക്കി ചുറ്റും നോക്കിയപ്പോൾ അവൻ ഒരുത്തനെ കണ്ടിട്ട് അത് ഫ്ലാഗ് സ്മാഷർ ടീമിലുള്ള ഒരുത്തനാണെന്ന് ഡൗട്ട് തോന്നി. അതുകൊണ്ട് ബക്കി ഷാരനോട് അവന്റെ കാര്യം നോക്കിയോളം പറയുവാണ്. ഈ സമയത്ത് GRC കേന്ദ്രത്തിൽ ഒരു ഓഡിയോ മെസ്സേജ് മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. 3 ഗ്രൂപ്പായിട്ട് ഇവിടുത്തെ ഓഫീസേഴ്സിനെ സുരക്ഷിതമായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ഗ്രൂപ്പ് 1ഉം 2ഉം അടിയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാനിലാണ് പോകേണ്ടത്. ഗ്രൂപ്പ് 3 മുകളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഹെലികോപ്റ്ററിലാണ് പോകേണ്ടത്. ആക്ച്വലി ഈ മെസ്സേജ് കേൾപ്പിച്ചത് കാർലി തന്നെയാണ്. കാർലിയുടെ ആളുകളാണ് ഈ 3 ഗ്രൂപ്പ് ഓഫീസേഴ്സിനെയും 2 വാനുകളിലും ഒരു ഹെലികോപ്റ്ററിലുമായിട്ട് തട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. ഓഫീസേഴ്സ് ആണെങ്കിൽ ഇത് വിശ്വസിക്കുകയും ചെയ്തു. അവർ വിചാരിച്ചു ഇത് ശരിക്കുള്ള പോലീസുകാർ പറയുന്നതാണെന്ന്. ബക്കി പറഞ്ഞ ഡൗട്ട് തോന്നിയ ആളുടെ പിന്നാലെ ഷാരൻ പോകുന്നുണ്ട്. ഈ സമയത്ത് കാർലി GRCയുടെ ഉള്ളിലുള്ള ഒരു ഫ്ലാഗ് സ്മാഷർ സപ്പോർട്ടറിനെ കോൾ ചെയ്ത് ഫോൺ ബക്കിക്ക് കൊടുക്കാൻ പറയുന്നു. അങ്ങോട്ട് കയറി വരുന്ന ബക്കിക്ക് ആ പെണ്ണ് കാർലിയുടെ കോൾ കൊടുക്കുന്നു. ഫോൺ ബക്കിക്ക് കൊടുത്തിട്ട് ആ പെണ്ണ് പോയി, ബക്കി നീ ഇപ്പൊ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റായ സൈഡിന്റെ കൂടെ നിന്നിട്ടാ, നിനക്ക് ഞങ്ങളുടെ കൂടെ ചേർന്നൂടെ? കാർലി ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളല്ല, നീയാണ്. പിന്നെ ഗവൺമെന്റ് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാക്കാൻ നോക്കാം. നീ തൽക്കാലം ഇതൊക്കെ നിർത്തുന്നത് നല്ലത്. ഞാനും പണ്ട് ഇതുപോലെ ഗവൺമെന്റിനെതിരെ പോരാടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തെറ്റിനെ എതിർക്കാൻ വേണ്ടി നമ്മളും തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന അതൊരിക്കലും അവസാനിക്കില്ല. പിന്നീട് അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. നീ ഒരിക്കൽ കൊന്നവരുടെ മുഖമൊക്കെ നിന്റെ മനസ്സിൽ എപ്പോഴും കയറി വരാൻ തുടങ്ങും. സ്വപ്നങ്ങളിൽ പോലും നിന്നെ അത് വെറുതെ വിടില്ല. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നിന്റെ ആവശ്യങ്ങൾ ശരിയായിരിക്കാം, പക്ഷെ നീ ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി ശരിയല്ല. ഓക്കെ ബക്കി, ഞാൻ അവസാനമായിട്ട് നിനക്കൊരു ചാൻസ് തന്നു. നീ ഞങ്ങളുടെ കൂടെ ചേരുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഞങ്ങളുടെ വഴി വരാതിരുന്നാൽ മതി. ഞാൻ അങ്ങനെ അടങ്ങി നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് നിന്റെ 4-5 ഇരട്ടി പ്രായം കാണും. അതുകൊണ്ട് എന്നെ പറഞ്ഞു മാറ്റാൻ നീ നോക്കണ്ട. ഈ സമയത്ത് ദേഷ്യം വന്നിട്ട് കാർലി കോൾ കട്ട് ചെയ്യുന്നു. സാമിന്റെയും ബാറ്റ്രോക്കിന്റെ അടി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഷാരൻ കാർട്ടർ പോയി നോക്കിയപ്പോൾ ബക്കി പറഞ്ഞത് ശരിയായിരുന്നു. അവന് ഡൗട്ട് തോന്നിയ ഓഫീസർ ഫ്ലാഗ് സ്മാഷറിന്റെ ആൾ തന്നെയായിരുന്നു. അടിയിലുള്ള 2 വാനുകളിലായിട്ട് ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 ഓഫീസേഴ്സിനെ കയറ്റി കഴിഞ്ഞ് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതുപോലെ അയാൾ അവരെ ലോക്ക് ചെയ്യുവാണ് ഒരു പ്രത്യേക ഡിവൈസ് വെച്ച്. ഇനി സമയം കളയാനില്ലെന്ന് ബക്കിക്ക് മനസ്സിലായി. അതുകൊണ്ട് ബക്കി പെട്ടെന്ന് അവിടെയുള്ള ഒരു ബൈക്ക് എടുത്ത് ആ വാനുകളുടെ പിന്നാലെ വെച്ച് പിടിക്കുന്നു. ഈ സമയത്ത് ഷാരൻ അവളെ നോക്കാൻ ഏൽപ്പിച്ച ഫ്ലാഗ് സ്മാഷറിന്റെ ആളുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ടൊന്നും അറിയാത്തതുപോലെ അയാളുടെ മേൽ ചെന്ന് തട്ടി ഒരു ഡിവൈസ് അയാളുടെ മേൽ ഘടിപ്പിച്ചിട്ട് പോരുന്നു. അയാൾ കാർ കയറി നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ പോയ കാറിന്റെ ഉള്ളിൽ ഒരു പൊട്ടിത്തെറി നടക്കുകയാണ്. തീ പിടിച്ചുകൊണ്ടുള്ള പൊട്ടിത്തെറിയല്ല, ഒരു കെമിക്കൽ എക്സ്പ്ലോഷൻ, ഒരു മെർക്കുറി വേപ്പർ ബോംബായിരുന്നു അത്. അങ്ങനെ ഓഫീസറായി വേഷമിട്ട് വന്ന ഫ്ലാഗ് സ്മാഷറിന്റെ ആള് കാറിൽ ഇരുന്ന് മരിച്ചുപോയി. ഞാനൊരുത്തനെ തീർത്തിട്ടുണ്ടെന്ന് ഷാരൻ ബക്കിയോടും സാമിനോടും പറയുമ്പോൾ അവർ ഞെട്ടിപ്പോയി. ഈ സമയത്ത് ഗ്രൂപ്പ് 3യിലുള്ള ഓഫീസേഴ്സിനെ നേരെ മേലെ വെച്ചിരിക്കുന്ന ഹെലികോപ്റ്റർ കയറ്റി തട്ടിക്കൊണ്ടുപോവാണ്. ഹെലികോപ്റ്റർ ഓടിക്കുന്നത് ഫ്ലാഗ് സ്മാഷർ
സ്മാഷറിന്റെ ആളാണ്. പക്ഷെ ഓഫീസേഴ്സിന് ഈ കാര്യമൊന്നും അറിയില്ല. ഹെലികോപ്റ്റർ അവരെ കൊണ്ട് പറന്നു വരുന്ന കണ്ട് ഷാരൺ സാമിനോട് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നു. പക്ഷെ സാമിനാണെങ്കിൽ ബാട്രോക്കിന്റെ തലവേദന കാരണം അവിടുന്ന് പോകാൻ പറ്റുന്നില്ല. അവൻ ബക്കിയോട് ചോദിക്കുമ്പോൾ ബക്കി പറയുന്നു, ഹെലികോപ്റ്ററിനെ പിടിക്കാനായിട്ട് എനിക്ക് പറക്കാനൊന്നും പറ്റില്ലല്ലോ, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ അടിയിലുള്ള 2 വാനുകളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ സാമിന് മനസ്സിലായി എത്രയും പെട്ടെന്ന് ബാട്രോക്കിനെ അടിച്ചിട്ട് ഇവിടുന്ന് പോയേ പറ്റൂ. സാം ബാട്രോക്കിനെ തോൽപ്പിക്കാതെ തൽക്കാലം താഴെ അടിച്ചിട്ട് നേരെ ഹെലികോപ്റ്ററിന്റെ പിന്നാലെ പോവാണ്. സാം പിന്നാലെ പറന്നു വരുന്ന കണ്ടപ്പോൾ ഹെലികോപ്റ്റർ ഓടിക്കുന്നവൻ സാമിന് വരാൻ പറ്റാത്ത പോലെയുള്ള വഴികളിൽ കൂടെ ഓടിക്കാൻ നോക്കുന്നു. പക്ഷെ സാം ആരാമോൻ അവൻ ഇതല്ല, ഇതിന്റെ അപ്പുറത്ത് കുഴപ്പം പിടിച്ച റൂട്ടുകളിൽ കൂടെയൊക്കെ പറന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പൊ ഹെലികോപ്റ്റർ പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളത്തിന്റെ മുകളിൽ കൂടെ. സാം എന്ന ഹെലികോപ്റ്റർ പിടിച്ചിരുന്ന് നോക്കുന്നുണ്ട്. ഇത് കാണുന്ന ഫ്ലാഗ് സ്മാഷർ അവന് വെടിവെച്ചിടാൻ നോക്കി. സാം നേരെ പിന്നിലേക്ക് പറഞ്ഞു. എന്നിട്ട് എപ്പോഴും ചെയ്യാറുള്ളത് പോലെ സാം അവന്റെ റെഡ് വിങ്ങിനെ വിട്ട് ഹെലികോപ്റ്റർ പിടിച്ചു വെച്ചിരിക്കുന്ന ഓഫീസേഴ്സിനെ സ്കാൻ ചെയ്യാൻ പറയുവാണ്. എന്നിട്ട് അതിൽ ആർക്കെങ്കിലും ഹെലികോപ്റ്റർ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കാൻ പറയുന്നു. അതായത് ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയുന്ന ഏതെങ്കിലും ഒരു ഓഫീസർ ഉണ്ടെങ്കിൽ സാമിന് അത് വെച്ച് വേറൊരു പ്ലാൻ ഉണ്ട്. റെഡ് വിങ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ലേഡി ഓഫീസറിന് നേരത്തെ മിലിറ്ററിയിൽ ജോലി ചെയ്ത് പരിചയമുണ്ട്, ഹെലികോപ്റ്റർ ഓടിക്കാനും അറിയാം. ഇപ്പൊ കാർലിയും ടീമും കൂടി ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. 2 ട്രക്കുകളും ഒരു ഹെലികോപ്റ്ററും അവർ വിചാരിച്ചതുപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിറച്ച് ഗവൺമെന്റ് ഓഫീസേഴ്സിനെയാണ് കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. സാമും ബക്കിയും മറ്റു പോലീസുകാരൊക്കെ ഇവരുടെ പിന്നാലെയുണ്ട്. തൽക്കാലം നമുക്കിപ്പോൾ രക്ഷപ്പെട്ടാലോ എന്ന് ഗ്രൂപ്പിലുള്ള ഒരാൾ ചോദിക്കുമ്പോൾ കാർലി അത് പറ്റില്ലെന്ന് പറയുന്നു. ഇതൊരു പക്ഷെ അവരുടെ അവസാനത്തെ മിഷൻ ആയിരിക്കാം. ഒരുപക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇവർ കൊല്ലപ്പെട്ടേക്കാം. പക്ഷെ മരിക്കാൻ കാർലിക്ക് പേടിയില്ല. ഇനി വിചാരിക്കാത്തതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ 3 ഗ്രൂപ്പായിട്ട് പിടിച്ചുകൊണ്ടുവരുന്ന ഗവൺമെന്റ് ഓഫീസേഴ്സിനെ കൊന്നു കളയാമെന്നാണ് കാർലി പറയുന്നത്. പക്ഷെ കൂടെയുള്ളവർ അതിനത്ര യോജിക്കുന്നില്ല. അവർക്ക് ആളുകളെ കൊല്ലുന്നതിനോട് അത്ര വലിയ താല്പര്യമില്ല. ഇവരുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ GRCയിലെ എല്ലാ മെമ്പർമാരായിട്ടുള്ള ഓഫീസേഴ്സിനെ പിടിച്ചുകൊണ്ടുവന്ന് അവരെ വെച്ച് ഇവരുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാന്നായിരുന്നു. അത് മാത്രമല്ല ഇപ്പൊ നടക്കാൻ പോകുന്ന പാച്ച് ആക്ടിന്റെ വോട്ടിംഗും തടയാം. ഇതായിരുന്നു പ്ലാൻ. പക്ഷെ കാർലി ഇപ്പൊ പറയുവാണ്, നമ്മൾക്ക് ജയിക്കാനുള്ള ചാൻസുകൾ കുറവാണ്. അതുകൊണ്ട് ഓഫീസേഴ്സിനെയൊക്കെ കൊന്നു കളയുകയാണെങ്കിൽ അത് ലോകത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കുമെന്ന്. അതായത് ഇങ്ങനെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരെ ഗവൺമെന്റ് ഓഫീസേഴ്സ് പേടിക്കാൻ തുടങ്ങും. ഫ്ലാഗ് സ്മാഷേഴ്സിനെ കൊന്നു കളഞ്ഞാൽ പോലും ഇനിയും ഇതുപോലെ പൊങ്ങി വരുന്നവർക്ക് ഇവരൊരു മാതൃകയായിരിക്കും. ഇങ്ങനെയാണ് കാർലി പറയുന്നത്. പക്ഷെ കൂടെയുള്ളവർക്ക് അങ്ങനെ എല്ലാവരെയും കൊല്ലാനായിട്ട് അത്ര താല്പര്യമില്ല. ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ മുദ്രാവാക്യമായിട്ടുള്ള 1 വേൾഡ് 1 പീപ്പിൾ എന്നുള്ള കാര്യം, അതായത് ഒരു ലോകം ഒരു ജനത എന്നുള്ള അവരുടെ ആശയം കാർലി പറയുമ്പോൾ ആദ്യം കൂടെയുള്ളവരത് തിരിച്ചു പറയുന്നില്ല. അതിന്റെ കാരണം അവർക്ക് തന്നെ കാർലിയെ പേടിയാവാൻ തുടങ്ങി. ഇവർ ഫ്ലാഗ് സ്മാഷേഴ്സ് എന്ന് പറയുന്ന ആ ടീം തുടങ്ങി വെച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ച കാര്യങ്ങളല്ല ഇപ്പൊ കാർലി പറയുന്നത്. ഇപ്പൊ ഇഷ്ടമുള്ളതുപോലെ ആൾക്കാരെ കൊന്നു തള്ളാന്നൊക്കെയാണ് കാർലി പറയുന്നത്. എന്നാൽ ഒരു മനസ്സിലോടെ അത് ഏറ്റു പറഞ്ഞു, ഒരു ലോകം ഒരു ജനത. ഈ സമയത്ത് ഹെലികോപ്റ്ററിന് പിന്നാലെ ഫോളോ ചെയ്തു വരുന്ന സാമിനെ ഒഴിവാക്കാൻ വേണ്ടി അത് ഓടിക്കുന്ന ഫ്ലാഗ് സ്മാഷർ ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നു. ഇവരുടെ പിന്നാലെ ഫോളോ ചെയ്ത് 2 പോലീസുകാരിരിക്കുന്ന മറ്റൊരു ഹെലികോപ്റ്റർ വരുന്നുണ്ട്. ഫ്ലാഗ് സ്മാഷർ അയാളുടെ ഹെലികോപ്റ്റർ കൊണ്ട് നൈസായിട്ട് മറ്റേ ഹെലികോപ്റ്ററിന്റെ ചിറകുകളിൽ ഇടിപ്പിക്കുവാണ്. അങ്ങനെ ആ 2 പോലീസുകാർ പോയിക്കൊണ്ടിരുന്ന ഹെലികോപ്റ്ററിന് നിയന്ത്രണം വിട്ട് നേരെ താഴേക്ക് വീഴാൻ തുടങ്ങി. സോ സാമിന് ഇപ്പൊ അവരെ രക്ഷിക്കാനായിട്ട് പോകേണ്ടി വരും. ഈ തക്ക നോക്കി ഫ്ലാഗ് സ്മാഷറിന് ഹെലികോപ്റ്റർ ഉള്ളവരെ കൊണ്ട് പെട്ടെന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യാം. ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം സാം ആദ്യമായിട്ടായിരുന്നു ചെയ്യുന്നത്. അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പറന്നു വന്ന ഹെലികോപ്റ്ററിന്റെ ഡോർ തുറന്ന് ഒരു പൈലറ്റിനെ അവന്റെ റെഡ് വിങ്ങിലാക്കി നേരെ താഴേക്ക് അയക്കുന്നു. മറ്റേ പൈലറ്റിനെ സാം പുറത്തെടുത്ത് പറന്നു വന്ന് താഴെ ഇറക്കി രക്ഷിക്കുന്നു. ഇപ്പൊ അതിൽ 3 പേരുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അറിയില്ല. എന്തായാലും 2 പേരുണ്ടായിരുന്നത് ഭാഗ്യം. 2 പേരെയും രക്ഷപ്പെടുത്താൻ പറ്റി. സാം ഇറങ്ങിയ സ്ഥലത്തേക്കാണ് കറക്റ്റ് ആ നിയന്ത്രണം വിട്ട ഹെലികോപ്റ്റർ നേരെ വന്ന് ഇടിച്ചിറങ്ങാൻ പോകുന്നത്. ഈ സമയത്ത് സാം അവന്റെ പുതിയ സ്യൂട്ടിന്റെ ചിറകുകൾ വിരിച്ച് അവൻ കൊണ്ടുവന്ന പൈലറ്റിനെ അതിന്റെ ഉള്ളിലാക്കി രക്ഷിക്കുവാണ്. ഹെലികോപ്റ്റർ വന്ന് സാമിന്റെ മേലേക്ക് ഇടിച്ചിറങ്ങി. പക്ഷെ അവന്റെ സ്യൂട്ട് വൈബ്രേനിയം ആയതുകൊണ്ട് സാമിന് ഉള്ളിലുള്ള ആൾക്കോ ഒന്നും പറ്റുന്നില്ല. എന്തായാലും സാമി ചെയ്ത കാര്യങ്ങൾ കണ്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ വലിയ ആവേശത്തോടെ കൈയടിക്കാൻ തുടങ്ങി. അവരൊക്കെ സാമിന് നന്ദി പറഞ്ഞു. ഇപ്പൊ സാം വീണ്ടും മറ്റേ ഹെലികോപ്റ്ററിന്റെ പിന്നാലെ പോവാണ്. ഇതേ സമയം ഓഫീസേഴ്സിനെ തട്ടിക്കൊണ്ടുവന്ന 2 വാനുകൾ കാർലി വിചാരിച്ച സ്ഥലത്തെത്തി. അപ്പൊ തന്നെ കാർലിയും ടീമും ആ വാനുകളുടെ കൺട്രോൾ ഏറ്റെടുത്തു. അപ്പോഴേക്കുമാണ് നമ്മളുടെ ബക്കി ബൈക്കിൽ ചീറി പാഞ്ഞങ്ങോട്ട് വരുന്നത്. എന്നിട്ട് നേരെ ബ്രേക്ക് പിടിച്ച് ബൈക്കിൽ നിന്ന് ഒരു ഒറ്റച്ചാട്ടം ബക്കി ഇടിച്ച് തെറിപ്പിച്ചു. പിന്നെ ബക്കിയും ഫ്ലാഗ് സ്മാഷേഴ്സും കൂടിയുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു. അവിടെ ചുറ്റി നിൽക്കുന്നതൊക്കെ സൂപ്പർ സോൾജിയേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് ബക്കിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവന്റെ വൈബ്രേനിയം കൈ വെച്ചുള്ള ഇടി കൊണ്ട് ഫ്ലാഗ് സ്മാഷേഴ്സിന് അവിടെ നിൽക്കാൻ പറ്റാതെ ഈ സമയത്ത് കാർലി അടുത്ത ഐഡിയ പ്രയോഗിക്കുകയാണ്. ഇപ്പൊ ബക്കിയുടെ ശ്രദ്ധ എങ്ങനെയെങ്കിലും തിരിക്കണം. കുറച്ചുപേരെ അപകടത്തിൽപ്പെടുത്തിയ അവരെ രക്ഷിക്കാൻ വേണ്ടി ബക്കി അങ്ങോട്ട് പൊക്കോളും. അപ്പൊ ഇവർക്ക് എസ്കേപ്പ് ആവാം. അങ്ങനെ കാർലി പറഞ്ഞതനുസരിച്ച് അവരൊരു വാനിന്റെ പുറത്ത് പെട്രോൾ ഒഴിച്ച് തീ വെക്കുവാണ്. അങ്ങനെ വാനിന് തീ പിടിച്ചു. ഉള്ളിലുള്ള ഓഫീസേഴ്സ് പേടിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ കാർലി പറഞ്ഞ പോലെ തന്നെ ബക്കിയുടെ ശ്രദ്ധ അങ്ങോട്ടായി. ബക്കി ഫ്ലാഗ് സ്മാഷേഴ്സിനെ വിട്ട് വാനിലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി പോവാണ്. ബക്കി അതിന്റെ ഡോർ തുറക്കാൻ നോക്കിയപ്പോ പറ്റുന്നില്ല. കാരണം നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഒരുത്തിനൊരു പ്രത്യേക ഡിവൈസ് വെച്ച് ആ ഡോർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് വേറൊരാൾ വരുന്നത്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ പണി തീർന്നെന്ന് നമ്മൾ വിചാരിച്ച ജോൺ വാക്കർ ആയിരുന്നു. ജോൺ വാക്കറിന്റെ കയ്യിൽ നിന്ന് അവന്റെ എല്ലാ പദവികളും ഗവൺമെന്റ് തിരിച്ചെടുത്തു. അവനിപ്പോ ക്യാപ്റ്റൻ അമേരിക്ക അല്ല. പക്ഷെ ഇപ്പൊ ജോൺ വാക്കർ വന്നിരിക്കുന്നത് അവന് ഗവൺമെന്റ് കൊടുത്ത ക്യാപ്റ്റൻ അമേരിക്കയുടെ സ്യൂട്ട് ഇട്ടിട്ടാണ്. അവന്റെ കയ്യിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ
പോലെ തന്നെയുള്ള ഒരു ഷീൽഡ് ഇരിക്കുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഇതിനെപ്പറ്റി ചില സീനുകൾ കാണിച്ചിരുന്നു. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ജോൺ വാക്കറിന് ഷീൽഡ് തിരിച്ചു വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഷീൽഡ് ആണെങ്കിൽ സാമും ബക്കിയും കൊണ്ടുപോയി. ഗവൺമെന്റ് ആണെങ്കിൽ ലീഗലായിട്ട് ജോൺ വാക്കറിന് ഇനി ക്യാപ്റ്റൻ അമേരിക്ക അവനെ അനുവദിക്കൂല. അപ്പൊ ജോൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ തന്നെ കുറെ സ്റ്റീലും ഇരുമ്പും ഒക്കെ എടുത്ത് സ്വയം ഒരു ഷീൽഡ് അങ്ങോട്ട് ഉണ്ടാക്കുവാണ്. എന്നിട്ട് കറക്റ്റ് കോപ്പി പോലെ അതിന് അതേ കളറിൽ പെയിന്റ് അടിച്ചെടുക്കുന്നു. അങ്ങനെ ജോൺ വാക്കർ ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് ഷീൽഡും കൊണ്ടാണ് അവൻ ഇപ്പൊ വന്നിരിക്കുന്നത്. ഇത് വൈബ്രേനിയൊന്നുമല്ല. കാർലി, എന്റെ സുഹൃത്ത് ലെമാറിനെ നീ കൊന്നു. അതിന്റെ ഒരു കണക്ക് തീർക്കാൻ ബാക്കിയുണ്ട്. അതിനെ ഞാൻ വന്നിരിക്കുന്നത്. ജോൺ, എനിക്ക് നിന്റെ ഫ്രണ്ടിനെ കൊല്ലണമെന്നുണ്ടായിരുന്നില്ല. നിന്റെ സുഹൃത്തായിട്ടുള്ള ലെമാർ ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നില്ല. അവൻ പെട്ടെന്ന് ഇടയ്ക്ക് കയറി വന്നപ്പോ അങ്ങനെ സംഭവിച്ചു പോയതാ. ലെമാർ നിങ്ങൾക്കൊന്നും ഇമ്പോർട്ടന്റ് അല്ലായിരിക്കും, പക്ഷെ ലെമാർ എനിക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിരുന്നു. അവന്റെ മരണത്തിന് എനിക്ക് പ്രതികാരം ചോദിച്ചേ പറ്റൂ. നിന്നെ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ ജോൺ വാക്കർ ദേഷ്യത്തോടെ അവന്റെ കയ്യിലിരിക്കുന്ന പുതിയ ഷീൽഡ് എടുത്ത് കാർലിയുടെ നേരെ എറിയുവാണ്. കാർലി ഒറ്റ ചവിട്ടിന് ആ ഷീൽഡ് തെറിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, വൈബ്രേനിയെ കൊണ്ടുണ്ടാക്കിയ ഷീൽഡ് പോലെ ആവില്ലല്ലോ ഇത്. ഈ സമയത്ത് ജോണിന് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അവൻ ശരിക്കും പ്രതികാരം ചോദിക്കാൻ തന്നെ വന്നിരിക്കുന്നത്. കാർലിയും മറ്റു ഫ്ലാഗ് സ്മാഷേഴ്സും കൂടി ജോണിന്റെ അടുത്തേക്ക് ഓടിയെടുത്തു. ജോൺ ഇപ്പൊ സൂപ്പർ സോൾജർ ആണെന്ന് മറക്കണ്ട. അവന്റെ ഓരോ ഇടിക്കും അത്ര വെയിറ്റ് ഉണ്ടായിരുന്നു. മുന്നിൽ വരുന്ന ഓരോരുത്തരായിട്ട് അവനെ കുട്ടി ഇടിച്ചിടാൻ തുടങ്ങി. ഈ സമയത്താണ് ബക്കി പെട്ടെന്ന് വരെ രക്ഷിച്ചില്ലെങ്കിൽ അവര് വെന്ത് മരിക്കുമെന്ന് മനസ്സിലാക്കുന്നത്. അവൻ പിന്നെ ഒന്നും നോക്കിയില്ല. അവന്റെ വൈബ്രേനി കൈവച്ച് ആ ഡിവൈസിനെ ബക്കി അങ്ങോട്ട് വലിച്ചൂരിയെടുത്തു. ഡോർ തുറക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയ്ക്ക് ആ ഡിവൈസ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. അതൊക്കെ അത്രേ ഉള്ളൂ. പാവൻ ജോൺ വാക്കറിന്റെ ഷീൽഡ് കാർലിയുടെ ഒരു ചവിട്ടിന് ചളുങ്ങിപ്പോയി. എന്നാലും അവൻ അത് പിടിച്ച് കാർലിയുടെയും ടീമിന്റെയും കൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് എല്ലാവരും കൂടി ജോൺ വാക്കറിനെ വളയാൻ തുടങ്ങി. അങ്ങനെ ജോൺ താഴെ വീണു. ചുറ്റി നിൽക്കുന്ന എല്ലാ ഫ്ലാഗ് സ്മാഷേഴ്സും കൂടി അവനെ ചവിട്ടി കൂട്ടാൻ തുടങ്ങി. എല്ലാവരും കൂടി അവന്റെ ആ തട്ടിക്കൂട്ട് ഷീൽഡിന്റെ മുകളിലാണ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജോണിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ നോക്കുമ്പോൾ അവന് ഗവൺമെന്റ് കൊടുത്ത ആ പ്രത്യേക ചിഹ്നം അവന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ പദവിയെ ഓർത്ത് ജോണിന് വീണ്ടും വിഷമം വരുന്നു. കത്തിക്കൊണ്ടിരിക്കുന്ന വാനിൽ നിന്ന് ബക്കി ഓഫീസേഴ്സിനെ പുറത്താക്കി. അതിലൊരാൾ ആത്മാർത്ഥമായിട്ട് ബക്കിയോട് താങ്ക്സ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് കേട്ടപ്പോൾ ബക്കിക്കും ഭയങ്കര സന്തോഷമായി. ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ട് അയാൾ വന്ന് താങ്ക്സ് പറയുമ്പോൾ സ്വയം ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ബക്കി ആസ്വദിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഡോക്ടർ റെയ്നറിനോട് ഇപ്പൊ ഞാൻ ഫ്രീ ആയെങ്കിലും ഇനി ഈ ലോകത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് ബക്കി പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ പതുക്കെ പതുക്കെ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ബക്കിക്ക് മനസ്സിലായി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഹെൽപ്പ് ആവശ്യമുള്ളവരെ സഹായിക്കുക, അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുക. ഈ സമയത്ത് താഴെ കിടക്കുന്ന ജോൺ വാക്കറിനെ അടിക്കാൻ വേണ്ടി ഫ്ലാഗ് സ്മാഷർ ഒരു വലിയ ഇരുമ്പോടിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ അവൻ അടിക്കുന്നതിന് മുന്നേ ബക്കി അങ്ങോട്ട് ചാടി വന്ന് ജോണിനെ രക്ഷിക്കുവാണ്. എന്നിട്ട് കാർലിയും ബക്കിയും കൂടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഫൈറ്റിന്റെ ഇടയ്ക്ക് ബക്കി താഴേക്ക് വീഴുന്നുണ്ട്. സൂപ്പർ സോൾജേഴ്സായി ഇങ്ങനെ പല ഗുണങ്ങളുണ്ട്. കുറെ ഹൈറ്റിൽ നിന്ന് വീണാലും പ്രത്യേകിച്ചൊന്നും പറ്റില്ല. ഈ സമയത്ത് മറ്റേ ഹെലികോപ്റ്ററിന്റെ പിന്നാലെ വരുന്ന സാമിനെ ഫ്ലാഗ് സ്മാഷർ വെടിവെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല. സാം പെട്ടെന്ന് ആ ലേഡി ഓഫീസറിന്റെ ചെവിയിലിരിക്കുന്ന ഡിവൈസിൽ കൂടെ അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയുമെന്ന് സാം ഉറപ്പാക്കി. എന്നിട്ട് അവരോട് 5 തൊട്ട് താഴേക്ക് എണ്ണം പറയുന്നു. പെർഫെക്റ്റ് ടൈമിങ്ങോടെ ചെയ്താൽ മാത്രമേ ഈ പ്ലാൻ വിജയിക്കുമെന്നും സാം പറയുന്നുണ്ട്. 5ൽ നിന്നും താഴേക്ക് എണ്ണി കറക്റ്റ് 1 എത്തി കഴിയുമ്പോൾ സാം പോയി ഹെലികോപ്റ്റർ ഓടിക്കുന്ന ഫ്ലാഗ് സ്മാഷറിനെ പുറത്തേക്ക് എത്തിക്കും. അപ്പോൾ ഈ ലേഡി ഹെലികോപ്റ്ററിന്റെ കൺട്രോൾ ഏറ്റെടുക്കണം. ഇതൊക്കെ കറക്റ്റ് ടൈമിംഗ് നടന്നാലേ എല്ലാവരും രക്ഷപ്പെടും. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ആ ഫ്ലാഗ് സ്മാഷർ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് സാമിന്റെ മേലെ ഇടിപ്പിക്കുകയാണ്. സാം പെട്ടെന്ന് താഴെയുള്ള വെള്ളത്തിലേക്ക് വീണുപോയി. എന്നാലും സാമിന് ഒന്നും പറ്റിയില്ല. പുതിയ സ്യൂട്ട് ഉള്ളതുകൊണ്ട് വെള്ളത്തിൽ വീണാലൊന്നും ആ സ്യൂട്ടിന് അതൊരു പ്രശ്നമേ അല്ല. സാം വീണ്ടും മുകളിലേക്ക് കുതിച്ചു കയറുവാണ്. അപ്പോൾ ആ ലേഡി 5 തൊട്ട് താഴേക്ക് എണ്ണി കറക്റ്റ് 1 എത്തി കഴിഞ്ഞപ്പോൾ സാം അവന്റെ ഷീൽഡ് ഹെലികോപ്റ്ററിന്റെ മുന്നിലെ ഡോറിന് നേരെ ആഞ്ഞെറിയുന്നു. അങ്ങനെ ഡോർ പൊളിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോൾ സാം ഒട്ടും സമയം പാഴാക്കാതെ നേരെ ഹെലികോപ്റ്ററിലേക്ക് പറന്ന് അത് ഓടിക്കുന്ന ഫ്ലാഗ് സ്മാഷറിനെ എടുത്ത് പുറത്തേക്ക് പറക്കുവാണ്. എന്നിട്ട് നേരെ അവനെ കൊണ്ട് വെള്ളത്തിലിട്ടു. ആ ലേഡി കറക്റ്റ് സമയത്തിന് മുന്നിലേക്ക് കടന്ന് ഹെലികോപ്റ്ററിന്റെ കൺട്രോൾ ഏറ്റെടുത്തു. അങ്ങനെ അവര് രക്ഷപ്പെട്ടു. അവരും സാമിനോട് താങ്ക്സ് പറയുന്നു. ഇപ്പൊ അടികൊണ്ടിരിക്കുന്ന ജോൺ വാക്കറിനും ദേഷ്യം വരാൻ തുടങ്ങി. അവൻ വീണ്ടും എഴുന്നേറ്റ് അടിക്കാൻ തുടങ്ങി. അപ്പൊ അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ കാർലി വരുന്നുണ്ട്. ഈ ഫ്ലാഗ് സ്മാഷേഴ്സ് മുഴുവൻ ഇങ്ങനെ ഒരേപോലെയുള്ള മാസ്ക് വെച്ചതുകൊണ്ട് മര്യാദക്കാരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എല്ലാവരുടെ ഡ്രസ്സിനും ഒരേ കളർ. എന്തായാലും ജോൺ വാക്കറിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ കാർലിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ജോൺ അവന്റെ കയ്യിലുള്ള ഷീൽഡ് വെച്ച് അവൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവളെ തുരത്തി അടിക്കുന്നുണ്ട്. തന്റെ കൂട്ടുകാരനായിട്ടുള്ള ലെമാറിനെ കൊന്നതിന്റെ പകയാണ് ജോൺ തീർത്തുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ അവസാനത്തെ ഒരു നിമിഷത്തിൽ കാളി ചാടി ജോണിന്റെ തലക്കിട്ട് ചവിട്ടുവാണ്. അവൻ ഒരു നിമിഷം വീണുപോയി. ആ സമയത്ത് തന്നെ കാളി എസ്കേപ്പ് ആയി. എന്നിട്ട് എല്ലാ വട്ടവും ചെയ്യുന്ന പോലെ ഈ വട്ടവും ചെയ്യുന്നു. കാളിയുടെ മെയിൻ പ്ലാൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഹീറോകൾ അവളെ തടയാൻ വരുമ്പോൾ കുറച്ച് പേരെ അവൾ പ്രശ്നത്തിൽപ്പെടുത്തും. അപ്പൊ ഹീറോകളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. ഇതാണ് അവളുടെ പ്ലാൻ. ഈ വട്ടവും കാളി അതുപോലെ തന്നെ മുകളിൽ ബാക്കിയുള്ള ഒരു ട്രക്ക് നേരെ ഓടിച്ചുകൊണ്ടുപോയി താഴേക്ക് വീഴ്ത്താൻ നോക്കുവാണ്. ബാക്കി അവിടെ വേറെ ഏതോ ഒരു ഫ്ലാഗ് സ്മാഷറിന്റെ കൂടെ അടികൂടുന്നുണ്ട്. ബക്കി അയാൾ അടിച്ചിട്ടു. അപ്പോഴാണ് കാർലി മുകളിൽ നിന്ന് ഈ വാൻ കൊണ്ട് ചാടിക്കാൻ നോക്കുന്നത്. അത് താഴേക്ക് പോവാറായപ്പോഴേക്കും അവൾ അതിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. ഭാഗ്യത്തിന് വാൻ താഴേക്ക് വീഴാതെ അവിടെ തടഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ബക്കി അടിയിലായതുകൊണ്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ജോൺ വീണ്ടും എഴുന്നേറ്റു. അവൻ നോക്കിയപ്പോൾ ഒരു സൈഡിൽ കാർലി നിൽക്കുന്നു, മറ്റേ സൈഡിൽ ഒരു വാൻ നിറച്ച ആളുകൾ താഴേക്ക് വീണ് മരിക്കാൻ പോകുന്നു. നേരത്തെ വാനിന്റെ ഉള്ളിലിരുന്ന ആളുകൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കരഞ്ഞപ്പോ ജോൺ അത് ശ്രദ്ധിച്ചില്ല. പകരം അവൻ അവന്റെ പക വീട്ടാനാണ് നോക്കിയത്. അവൻ കാർലിയുടെ പിന്നാലെ ഫൈറ്റ് ചെയ്യാൻ പോയി. പക്ഷെ ഇപ്പോ അവന് രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കണം. ഒന്നുകിൽ കാർലിയോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാം, അല്ലെങ്കിൽ അവന് ആ വാനിലുള്ളവരെ രക്ഷിക്കാം. ജോൺ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് അവൻ നല്ലൊരു തീരുമാനം എടുക്കുകയാണ്. അവൻ പ്രതികാരം മാറ്റിവെച്ച് ആളുകളെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അവൻ അവന്റെ ആകെ ചളുങ്ങിപ്പോയ ഷീൽഡ് താഴേക്കിടുന്നുണ്ട്. ഇത് ബക്കി കാണുന്നു. അടുത്തായിട്ട് ജോൺ ചെയ്യുന്ന കാര്യം, നമ്മൾക്ക് എല്ലാവർക്കും ജോണിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാക്കും. ജോൺ വന്ന് ഒറ്റയ്ക്ക് ആ വാനിനെ പിടിച്ചു നിർത്തുവാണ്. അവൻ സൂപ്പർ സോൾജർ ആയതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. എന്നാൽ പോലും അവൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട്. എന്തായാലും ജോൺ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് എനിക്ക് ജോണിനോടുള്ള ഇഷ്ടം ഒരുപാട് കൂടി. പക്ഷെ അതുകൊണ്ട് കാര്യം ഉണ്ടായില്ല. അപ്പോഴേക്കും കാർലി പിന്നെയും വന്നു. വാൻ രക്ഷിക്കാൻ നോക്കുന്ന ജോണിനെ കാളി തള്ളി മാറ്റി രണ്ടുപേരും കൂടി താഴേക്ക് വീഴുന്നു. ഇപ്പൊ പിടിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ആ വാൻ നേരെ താഴേക്ക് വീഴാൻ പോവാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ ബക്കിയും ജോണും ഒക്കെ മുകളിലേക്ക് നോക്കി. ഉള്ളിലുള്ള ഒരു ആകെ പേടിച്ച് വരയ്ക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് വാൻ സ്റ്റോപ്പ് ആവുന്നത്. അത് നമ്മുടെ സാം ആയിരുന്നു. അവൻ പറന്നു വന്ന് ആ വാനിനെ അടിയിൽ നിന്ന് തള്ളി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവന്റെ പുതിയ സ്യൂട്ടിലെ പറക്കാനുള്ള ശക്തി ഉപയോഗിച്ച് വാനിനെ നേരെ മുകളിലേക്ക് തള്ളി കയറ്റി വയ്ക്കുന്നു. അങ്ങനെ സാം അവരെ രക്ഷപ്പെടുത്തി. ഇത് കണ്ട് ബക്കിക്ക് ഭയങ്കര സന്തോഷമായി. ജോണിനും അതെ. പക്ഷെ അതേസമയം ജോണിന് ആ ക്യാപ്റ്റൻ അമേരിക്ക എന്നുള്ള പദവിയും ഷീൽഡും സാമിന്റെ കയ്യിൽ ഇരിക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ടാവും. ഇത് കണ്ടു നിന്ന് എല്ലാവരും സാമിന് വേണ്ടി ആർപ്പ് വിളിക്കാൻ തുടങ്ങി. ചിലർ ചോദിച്ചു, ഇത് ബ്ലാക്ക് ഫാൽക്കൺ അല്ലേ? അപ്പൊ അടുത്ത് നിൽക്കുന്നവർ പറയുന്നുണ്ട്, ഇത് ബ്ലാക്ക് ഫാൽക്കൺ അല്ല, ഇതാണ് നമ്മളുടെ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക എന്ന്. സോ കുറെ അധികം ആളുകളും സാം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് അവന് പുതിയ ക്യാപ്റ്റൻ അമേരിക്കയെ അംഗീകരിച്ചു കഴിഞ്ഞു. ഓൾറെഡി സാം ആണ് ആ ഷീൽഡ് മ്യൂസിയത്തിലേക്ക് കൊടുത്തതെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ സാം തന്നെ ആ ഷീൽഡ് എടുത്ത് വീണ്ടും എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. സോ എല്ലാവരും അവൻ അംഗീകരിക്കാൻ തയ്യാറാവും. സാം റെഡ് വിങ് യൂസ് ചെയ്ത് ലേസർ കൊണ്ട് വാനിന്റെ വാതിൽ പൊളിക്കുന്നു. എന്നിട്ട് എല്ലാവരെയും പുറത്തിറക്കി. ഈ സമയത്ത് കാർലി ബക്കി ഒരു ഇരുമ്പോടി എടുത്ത് എറിയുന്നുണ്ട്. അവനത് ഒരു കൈ കൊണ്ട് പിടിച്ചെടുത്തു. പിന്നെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ സാം നേരെ വന്ന് ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ മേലേക്ക് അവന്റെ ഷീൽഡ് അങ്ങോട്ട് എറിയുവാണ്. അങ്ങനെ അവർക്ക് നിക്കക്കളില്ലാതെ. നന്നായി സാം, അപ്പൊ നീ അവരുടെ കൂടെ കൂടി ഞങ്ങളെ ദ്രോഹിക്കുകയാണല്ലേ? അല്ല കാളി, ഞാൻ ആരെയും ദ്രോഹിക്കാനല്ല ശ്രമിക്കുന്നത്. ഞാൻ നിന്നോട് അന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് ഇന്നും പറയുന്നത്. സമാധാനമായിട്ട് എന്തെങ്കിലും കാര്യം തീർക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അതാണ് തിരഞ്ഞെടുക്കും. നീ അത് തന്നെ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. നിനക്ക് ഇനിയും സമയമുണ്ട്. പക്ഷെ ഇവരിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും എവിടുന്ന് ഒരു പുകബോംബ് വന്ന് ഇവരുടെ മുന്നിലേക്ക് വീഴുവാണ്. അവരുടെ ചുറ്റും പുക പരക്കാൻ തുടങ്ങി. ആർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇത് ചെയ്യുന്നത് ബാറ്റ്രോക്കും ടീമുമാണ്. അവിടെ ഷാരൺ കാർട്ടർ നിൽക്കുന്നുണ്ട്. ഷാരൺ കാർട്ടർ പറഞ്ഞിട്ടാണല്ലോ ബാറ്റ്രോക്ക് വന്നിരിക്കുന്നത്. എന്താണ് അതിന്റെ രഹസ്യം ഇപ്പോഴും പിടിയിട്ടിട്ടില്ല. എന്തായാലും ഈ പുകമറയുടെ ഇടയിൽക്കൂടെ കാർലിയും ടീമും കൂടി ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. ഫാൽക്കണിന്റെ റെഡ് ഗ്ലാസിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ സാമും കൂടിയുള്ളവരും കാർലിയുടെയും ടീമിന് പിന്നാലെ പോയി. കാർലിയും ടീമും കൂടി ഓടിക്കയറുന്നത് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ടിലേക്കാണ്, ഒരു ടണൽ. സാം റെഡ് ഗ്ലാസിൽ കൂടെ നോക്കിയപ്പോൾ ഓടിപ്പോയവരുടെ കാൽപ്പാടുകൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ രണ്ട് വഴിക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് സാം മുന്നിലുള്ള വഴിയിലേക്കും ജോണും ബക്കിയും കൂടി വേറൊരു വഴി കൂടിയും പോവാണ്. ഈ സമയത്ത് ഉള്ളി ചെന്ന കാളി ഫ്ലാഗ് സ്മാഷേഴ്സിന് മാത്രം അറിയുന്ന ആ വിസിൽ ശബ്ദം കേൾക്കുവാണ്. കാളിയും മുൻപ് ഇങ്ങനെ ഒരു വിസിൽ ശബ്ദം ഉപയോഗിച്ചതായിട്ട് നമ്മൾ കണ്ടിരുന്നു. ഇത് കേട്ടപ്പോൾ കാളിക്ക് മനസ്സിലായി ഇവളുടെ ആളുകൾ ഉള്ളിലുണ്ടെന്ന്. കാളി അങ്ങോട്ട് നടന്നു നിന്നു. പക്ഷെ അവൾ വിചാരിച്ചതുപോലെ അത് ഫ്ലാഗ് സ്മാഷേഴ്സ് ആയിരുന്നില്ല. അത് ഷാരൺ കാർട്ടർ ആയിരുന്നു. അവൾ തോക്ക് പിടിച്ച് കാളിയുടെ മുന്നിലേക്ക് വരുവാണ്. കാളിയും തോക്ക് ചൂണ്ടി. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്ന്. രണ്ടുപേരും തോക്ക് താഴ്ത്തി. ഷാരൺ പറയാൻ തുടങ്ങി, നിന്റെ കാര്യത്തിൽ എനിക്ക് നിരാശയുണ്ട് കാളി. ഞാൻ നിന്നെ പറ്റി ഇങ്ങനെയല്ല വിചാരിച്ചത്. നീ ആദ്യമായിട്ട് മാതിരിപൂരിലേക്ക് വന്നപ്പോൾ അധികം പ്രായമില്ലാത്ത, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു പാവം പെൺകുട്ടിയായിട്ടാണ് ഞാൻ നിന്നെ കണ്ടത്. അതുകൊണ്ട് ഞാൻ നിന്നെ എന്റെ കൂടെ ചേർത്തു. നീ എന്റെ പോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നി. മറ്റു വഴിയൊന്നുമില്ലാതെ മാതിരിപൂരിലേക്ക് വന്ന ഒരു പെൺകുട്ടി. അതുകൊണ്ട് ഞാൻ നിനക്ക് അവസരം തന്നു. പക്ഷെ നീ എന്ത് ചെയ്തു? നീ എന്നെ ചതിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോയി. ഞാനും നിങ്ങൾ ഒരുപോലെയല്ല. നിങ്ങൾക്ക് ഈ ലോകത്തിന് മുഴുവൻ കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷെ എനിക്ക് ഈ ലോകത്തിനെ മാറ്റണം എന്നാണ് ആഗ്രഹം. എല്ലാവരുടെയും നല്ലതിന് വേണ്ടി. അതിനു വേണ്ടിയിട്ട് ഞാൻ പോരാടുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഫ്ലാഗ് സ്മാഷേഴ്സ് എന്ന് പറയുന്ന ടീം ഉണ്ടാക്കിയത്. എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരുപാട് പണമോ അധികാരമോ ഒന്നും വേണ്ട. കാളി, നിനക്ക് ഇനിയും എന്റെ കൂടെ വന്ന് പഴയതുപോലെ വർക്ക് ചെയ്യാം. നിന്റെ കൂടെയുള്ളവർക്കും ചെയ്യാം. നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ സൂപ്പർ സോൾജിയേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്കിപ്പോ ഞങ്ങളുടെ ആവശ്യമുണ്ടല്ലേ? അതുകൊണ്ടാണ് തേടി വന്നത്. അപ്പൊ സൂപ്പർ സോൾജിയേഴ്സ് ഇല്ലാതെ പവർ ബ്രോക്കറിന്റെ പവർ കുറഞ്ഞു പോയോ? ഇനി നിനക്ക് അവസരമില്ല കാർലി. നിന്റെ കളി കഴിഞ്ഞു. ഇപ്പോഴാണ് നമ്മൾക്ക് ഈ സീരീസിലെ ഏറ്റവും വമ്പൻ ട്വിസ്റ്റ് മനസ്സിലാവുന്നത്. പവർ ബ്രോക്കർ ആണ് ഷാരൺ കാർട്ടർ. ഇത്രയും നാൾ മാദ്രിപൂർ അടക്കി വാണിരുന്ന, അവിടുത്തെ ക്രിമിനൽസിന്റെ തലവനായിട്ടുള്ള, മാദ്രിപൂരിലെ കീഴം വെക്കാത്ത രാജാവ് എന്ന് പറയുന്ന, അവിടുത്തെ ഓരോ നീക്കങ്ങളും നിയന്ത്രിക്കുന്ന
പവർ ബ്രോക്കർ അത് ഷാരൺ കാർട്ടർ തന്നെയായിരുന്നു. ഇത് നേരത്തെ അറിയാത്തവർക്ക് ഒരു വലിയ ട്വിസ്റ്റ് ആയിട്ട് തന്നെ തോന്നും. എന്തുണ്ടായെന്ന് വെച്ചാൽ ഗവൺമെന്റിനെതിരെ നിന്ന് ക്യാപ്റ്റൻ അമേരിക്കയെ സഹായിച്ചതുകൊണ്ട് ഷാരൺ കാർട്ടറിനെ രാജ്യദ്രോഹിയായി മുദ്രകുത്തി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഷാരൺ നേരെ ചെല്ലുന്നത് മാദ്രിപൂരിലേക്കാണ്. അവിടെ പോലീസ് ഒന്നും വന്ന് അവളെ പിടിക്കില്ല. അവിടെ പതുക്കെ ഷാരൺ അവളുടെ സാമ്രാജ്യം കെട്ടിപ്പോക്കാൻ തുടങ്ങി. അവളുടെ അറിവും കഴിവും ഉപയോഗിച്ച് ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവൾ ചെയ്തു. ഒരുപാട് പണം ഉണ്ടാക്കി, കൂടെ ആളുകളെ ചേർത്തു. ഒരുപാട് വലിയ ആളുകളുമായിട്ടും ക്രിമിനലുകളുമായിട്ടും ഷാരൺ കാർട്ടറിന് കോണ്ടാക്ട് ഉണ്ടായി. അങ്ങനെ പതിയെ അവൾ മാദ്രിപൂരിൽ എല്ലാമായി മാറി. ആളുകൾ അവളെ പേടിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾക്ക് പവർ ബ്രോക്കർ എന്ന് പറയുന്ന ഒരു പേരും വന്നു. ഒരുപാട് പേർക്ക് പവർ ബ്രോക്കർ ആരാണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ആ പേര് മാത്രമേ അറിയൂ. പവർ ബ്രോക്കറിന് പുറം ലോകത്തും പിടിപാടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബാട്രോക്കിനെ ജയിലിൽ നിന്ന് പുറത്തെടുക്കാൻ ഷാരൺ കാർട്ടറിന് സാധിച്ചത്. 2018 സ്നാപ്പ് സംഭവിച്ചപ്പോൾ ഷാരൺ കാർട്ടർ മാഞ്ഞുപോയെന്ന് എല്ലാവരും കരുതി. പക്ഷെ ഷാരൺ മാഞ്ഞു പോയിരുന്നില്ല. അവൾ മാദ്രിപൂരിൽ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുമായിരുന്നു. ഏകദേശം ഈ സമയത്താണ് സൂപ്പർ സോൾജർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ വിൽഫ്രഡ് നേഗലും സ്നാപ്പിൽ മാഞ്ഞു പോകുന്നത്. അദ്ദേഹത്തെ പറ്റി ഷാരൺ കാർട്ടർ മനസ്സിലാക്കി. ഗവൺമെന്റ് പിന്നെ ഡോക്ടർ വിൽഫ്രഡ് നേഗലിന്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കിയില്ല. പക്ഷെ ഷാരൺ അയാളെ മാദ്രിപൂരിലേക്ക് കൊണ്ടുവന്നു. അയാൾക്ക് ഷാരന്റെ ഫേസ് ഒന്നും അറിയുന്നുണ്ടാവില്ല. പവർ ബ്രോക്കർ എന്ന പേര് അറിയും. എന്നിട്ട് ഷാരൺ അയാൾക്ക് പൈസയും ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് സൂപ്പർ സോൾജേഴ്സ് നിർമ്മിക്കാൻ പറഞ്ഞു. അയാൾ അത് നിർമ്മിക്കുകയും ചെയ്തു. ഏകദേശം ആ ടൈമിലാണ് കാർലി മാദ്രിപൂരിലേക്ക് എത്തുന്നത്. കാർലിയെ വിശ്വസിക്കാമെന്ന് തോന്നിയ ഷാരൺ അവളെ കൂടെ ചേർത്തു. പക്ഷെ കാർലിയും ടീമും എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ ഫ്ലാഗ് സ്മാഷേഴ്സ് എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടാക്കി വിൽഫ്രഡ് നേഗൽ ഉണ്ടാക്കിയ 20ഓളം സൂപ്പർ സോൾജേഴ്സ് സെർവ് മോഷ്ടിച്ച് പവർ ബ്രോക്കറിനെ പെറ്റിച്ച് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ഇത് ഷാരണിന് ഒരുപാട് ദേഷ്യം ഉണ്ടാക്കി. അതുകൊണ്ട് ഷാരനാണ് പവർ ബ്രോക്കർ ആയിട്ട് ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ ഫോണിലേക്ക് ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുള്ളത്, ഞാൻ നിങ്ങൾ തേടി വന്ന് കൊല്ലുമെന്നൊക്കെ. ഇത് കഴിഞ്ഞാണ് സിമോയും സാമും ബക്കിയും കൂടി മാദ്രിപൂരിലേക്ക് വരുന്നത്. ഇത് ഷാരൺ കാണുന്നു. അപ്പൊ തന്നെ ഷാരൺ കാർട്ടർ അടുത്തൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. അവൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാനും ഇപ്പോഴുള്ള സാമ്രാജ്യം പോവാതിരിക്കാനുമുള്ള പ്ലാൻ. ഷാരൺ തന്ത്രപരമായിട്ട് അവര് മൂന്നുപേരെയും നിരീക്ഷിച്ചു. സെൽബിയുടെ കയ്യിൽ നിന്ന് സിമോ ഡോക്ടർ വിൽഫ്രഡ് നേഗലിന്റെ വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഷാരൺ അകലെ നിന്ന് നോക്കി. പക്ഷെ സാം ശരിക്കും ആരാന്ന് സെൽബിക്ക് മനസ്സിലായപ്പോ സെൽബി അവരെ കൊല്ലാൻ പോയി. ഇതേ സമയം ഷാരൺ കാർട്ടറാണ് അകലെ നിന്ന് സെൽബിയെ വെടിവെച്ച് കൊന്നത്. അത് കഴിഞ്ഞ് സാമിന്റെയും ബക്കിയുടെയും സിമോയുടെയും തലയ്ക്ക് വിലയിട്ടുകൊണ്ട് ഒരു മെസ്സേജ് എല്ലാവർക്കും കിട്ടി. എല്ലാവരും അവരെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പൊ ഷാരൺ വന്ന് അവരെ മറ്റുള്ളവരിൽ നിന്ന് രക്ഷിക്കുന്നു. സോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഷാരൺ കാർട്ടറിന്റെ മേല് അവർക്കൊരു വിശ്വാസം വരുത്തുകയാണ് അവൾ ചെയ്യുന്നത്. സിമോയോട് ഷാരണിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമുണ്ട്. കാരണം സിമോ ഒന്ന് ചെയ്ത കാര്യങ്ങൾ കാരണമാണ് അവഞ്ചേഴ്സ് തമ്മിൽ അടിയായതും പിന്നീട് ഷാരണിന് ക്യാപ്റ്റന്റെ കൂടെ നിൽക്കേണ്ടി വന്നതും അതിന്റെ പേരിൽ അവളുടെ ജോലി പോയി അവളെ രാജ്യദ്രോഹിയാക്കുന്നതും. പക്ഷെ ഷാരൺ അവളുടെ ദേഷ്യം കൺട്രോൾ ചെയ്ത് സിമോയെ അന്ന് കൊന്നില്ല. കാരണം കൊന്നുകഴിഞ്ഞാൽ ഷാരൺ മൊത്തത്തിലൊരു ക്രൂരയായി മാറി എന്ന് സാമിന് ബക്കിക്ക് മനസ്സിലാവും. എന്നിട്ട് ഷാരൺ അവരെ കൂടെ കൊണ്ടുപോയി. അവൾ അവരോട് പറഞ്ഞത് അവൾ ഇല്ലീഗലായിട്ട് പെയിന്റിങ്സ് ഒക്കെ വിൽക്കുന്ന ഒരാൾ മാത്രമാണെന്നാണ്. പക്ഷെ അവൾ പവർ ബ്രോക്കർ ആയിരുന്നെന്ന് പാവം ബക്കിയോ സാമോ സിമോയോ അറിഞ്ഞില്ല. ഇത് കഴിഞ്ഞ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഡോക്ടർ വിൽഫ്രഡ് നേഗലിന്റെ കാര്യം മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ ഷാരൺ കാർട്ടർ കുറച്ച് ഭയം ഉള്ളതുപോലെ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. അവർ വിൽഫ്രഡ് നേഗലിലേക്ക് എത്തുമെന്ന് ഷാരണ് മനസ്സിലായി. അവിടെ വെച്ച് ഷാരൺ മറ്റൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. കാളിയും കൂടിയുള്ളവരെയും കണ്ടുപിടിക്കണം. കാരണം അവരുടെ കയ്യിലാണ് ഷാരൺ ഉണ്ടാക്കിപ്പിച്ച സൂപ്പർ സോൾജേഴ്സ് ഇരിക്കുന്നത്. അവരെ കണ്ടുപിടിക്കാൻ ഷാരണിന് സാമിന്റെയും ബക്കിയുടെ സഹായം ആവശ്യമുണ്ട്. ഡോക്ടർ വിൽഫ്രഡ് നേഗലിനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഷാരൺ കാർട്ടർ അയാളുടെ ലൊക്കേഷൻ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് തന്റെ മേലുള്ള രാജ്യദ്രോഹ കുറ്റം നീക്കി തന്നാൽ മതിയെന്ന് ഷാരൺ സാമിനോട് പറയുന്നുണ്ട്. സോ അവിടെയും ഷാരൺ ബുദ്ധിയിട്ട് കളിച്ചു. സാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഷാരൺ തിരിച്ച് അമേരിക്കയിലേക്ക് വരാം. അവളുടെ മേൽ കുറ്റമൊന്നും ഇല്ലാതെയാവും. അതേസമയം അവൾക്ക് മാദ്രിപൂരിനെ കൺട്രോൾ ചെയ്ത് പവർ ബ്രോക്കറായി തുടരുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്യാനായി പടിപടിയായി അവൾ സാമിന്റെയും ബക്കിയുടെയും വിശ്വാസം നേടിയെടുക്കുകയായിരുന്നു. കുറെ പേരോട് ഷാരൺ വളരെ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവൾക്ക് ആരെയും കൊല്ലാൻ ഒരു മടിയില്ലാതെയായി. നേരത്തെ മെർക്കുറി ബോംബ് വെച്ചൊരുത്തിനെ കൊന്നത് കണ്ടില്ലേ? ഡോക്ടർ വിൽഫ്രഡ് നേഗലിനെ സിമോ കൊല്ലുമെന്ന് ഷാരൺ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോ ഷാരന്റെ മുഖം മാറുന്നത് നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മാദ്രിപൂരിന് പുറത്ത് വലസി നടക്കുന്ന കാളിയെയും കൂട്ടുകാരെയും പിടിക്കുന്ന കാര്യത്തിൽ ഷാരന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പിടിക്കാനായി ഷാരൺ പറ്റുന്നത് പോലെയൊക്കെ സാമിനെയും ബക്കിയും സഹായിച്ചു. അങ്ങനെ നൈസായിട്ട് ഷാരൺ സാമിനെയും ബക്കിയും അവളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. പക്ഷെ അവരെ കൊണ്ട് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റാതെ ആയി കഴിഞ്ഞപ്പോഴാണ് ഷാരൺ വീണ്ടും ബാട്രോക്കിനെ കളത്തിലിറക്കുന്നത്. എന്നിട്ട് ബാട്രോക്കിനെയും കാർലിയെ പിടിക്കാൻ വേണ്ടി അയക്കുന്നു. പക്ഷെ ബാട്രോക്കിനെ അറിയുകയില്ല ഷാരൺ കാർട്ടറാണ് പവർ ബ്രോക്കർ എന്ന്. എന്തായാലും കാർലിയും ഷാരനും പറയുന്നത് ബാട്രോക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഷാരൺ കാർട്ടർ തന്നെയാണ് പവർ ബ്രോക്കർ എന്ന്. അപ്പൊ ബാട്രോക്കിനെ നീയാണല്ലേ ഞങ്ങളെ പിടിക്കാൻ വേണ്ടി ഞങ്ങളുടെ പിന്നാലെ വിട്ടത്, ഞങ്ങളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാണ് ബാട്രോക്ക് വന്നത്. അതിന്റെ പിന്നിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചില്ല. വെൽ നിനക്ക് എന്നെ അറിയാമല്ലോ കാർലി, ഞാൻ എപ്പോഴും ഒരു പടി മുന്നിലായിരിക്കും. രണ്ടുപേരും നിർത്ത്. ഇനി പറയാനുള്ളത് ഞാൻ പറയാം. നീയാണ് പവർ ബ്രോക്കർ എന്ന് എനിക്ക് ഇത്രയും നാൾ അറിയില്ലായിരുന്നു. ഇപ്പൊ എനിക്കറിയാം. ഇനി ഈ കളിയൊക്കെ മതിയാക്ക്. എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസയുടെ 4 ഇരട്ടി എനിക്ക് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ നീയാണ് പവർ ബ്രോക്കർ എന്ന് ഞാൻ എല്ലാവരോടും പറയും. നീ എല്ലാവരോടും പറയുന്ന ഉറപ്പാണോ? ഞാൻ പറയുമെന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കും. ഐ എം സോറി ബാട്രോക്ക്. ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. I don't do blackmail.